ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ മൗത്ത് ഫുൾ ഓഫ് ബേർഡ്സ് എന്ന പ്ലേ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് പേർ ചേർന്നാണ് ഈ ഒരു പ്ലേ എഴുതിയിരിക്കുന്നത്. കാർലിൽ ചർച്ചിലും ഡേവിഡ് ലാനും. ഓതേഴ്സിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ഓതർ കാർലിൽ ലെസ്ലി ചർച്ചിൽ. 1938 സെപ്റ്റംബർ 3 ജനിക്കുന്നത്. ഒരു ഫേമസ് ബ്രിട്ടീഷ് പ്ലേ റൈറ്റാണ്. ഒരുപാട് ഇന്നൊവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ തന്നെ ഒരു എക്സ്പ്ലോറേഷൻ എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സെക്ഷൽ പൊളിറ്റിക്സും ഫെമിനിസ്റ്റ് തീംസും ഒക്കെ നിറഞ്ഞ വർക്ക്സ് ആയിരിക്കും എപ്പോഴും കാർലിൽ ചർച്ചിലിൻ്റെ. മോസ്റ്റ് സെലിബ്രേറ്റഡ് വർക്ക്സ് എന്ന് പറയുന്നത് ക്ലൗഡ് 9, ടോപ്പ് ഗേൾസ്, സീരിയസ് മണി, ബ്ലൂ ഹേർട്ട്, ഫാർ അവേ, എ നമ്പർ, ഇതൊക്കെയാണ്. കമ്മിങ് ടു ഡേവിഡ് ലാൻ. അദ്ദേഹം ഒരു ആഫ്രിക്കൻ ബോൺ ബ്രിട്ടീഷ് പ്ലേ റൈറ്റാണ്. തിയേറ്റർ പ്രൊഡ്യൂസറും ഡയറക്ടറും സോഷ്യൽ ആന്ത്രോപോളജിസ്റ്റുമൊക്കെയാണ്. ഇനി മൗത്ത് ഫുൾ ഓഫ് ബേർഡ്സ് എന്ന ഈ ഒരു പ്ലേ ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത് 1986. ഇറ്റ്സ് എ പ്ലേ വിത്ത് ഡാൻസ്. ബോത്ത് പ്ലേയും ഉണ്ടാവും, അതുപോലെ തന്നെ ഡാൻസും ഇവിടെ ഉണ്ടാവും. ആൻഡ് മോസ്റ്റ് ഓഫ് ദി തീംസ് ആർ ഹൈലി സിമിലർ ടു യൂറിപ്പിഡിസ് ദി ബാച്ചെ എന്ന പ്ലേയുമായിട്ട്, അല്ലെങ്കിൽ ആ പ്ലേയിലെ തീംസുമായിട്ട് ക്ലോസ് റിലേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേ ആണ് മൗത്ത് ഫുൾ ഓഫ് ബേർഡ്സ്. പിന്നെ ഈ രണ്ട് പ്ലേസിലും നമുക്ക് ഒരു ഫീമെയിൽ വയലൻസ്, മാഡ്നസ്, പവർ, പൊസഷനൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പ്ലേയിൽ ഒരു അൺയൂഷ്വൽ സ്ട്രക്ചറാണുള്ളത്. ഇത് ആക്ട് വൈസ് ആയിട്ടൊന്നും അല്ല ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ സീരീസ് ഓഫ് 7 ഇൻഡിപെൻഡൻറ്റ് സ്റ്റോറീസ്. ഡിഫറെൻറ്റ് ക്യാരക്ടറായിട്ട്, എന്നാൽ എവിടെയൊക്കെയോ ചില സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഒരു കോമൺ കണക്ഷൻ കീപ്പ് ചെയ്യുന്ന 7 സ്റ്റോറീസാണ് നമ്മൾ കാണുന്നത്. ആൻഡ് ഓരോ സ്റ്റോറിക്കും ഒരു അവസാനം എത്തുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ദ ബാച്ചെ എന്ന ആ ഒരു പ്ലേയുമായിട്ട് ചില കണക്ഷനൊക്കെ വരും. ഇവിടെ നമുക്കൊരു കോമൺ ഫീച്ചർ എന്ന് പറയാവുന്നത് ഈ 7 സ്റ്റോറിയിലെയും ക്യാരക്ടേഴ്സ് തമ്മിൽ ചില കണക്ഷൻ ഉണ്ട് ഇൻ ദ ബിഹേവിയർ, അല്ലെങ്കിൽ അതിലെ സ്റ്റോറീസിലെ തീംസൊക്കെ ആയിട്ട്. അതായത് ഇൻസാനിറ്റി, മെമ്മറി, ആൻസൈറ്റി, സെക്ഷുവാലിറ്റി, വയലൻസ്, മാഡ്നസ്, എസ്പെഷ്യലി ഒരു സ്പിരിറ്റും മാഡ്നസ്സും ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും പിടിച്ച് നിർത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ കൺവെൻഷണൽ അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു മൂവ് അവേയും നമുക്കിവിടെ നോട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓരോ സ്റ്റോറിയുടെയും അവസാനം ഓരോ എപ്പിലോഗും റൈറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആദ്യത്തെ സ്റ്റോറി ആരുടേതാണെന്ന് നോക്കാൻ പോവുകയാണ്. ദ ഫസ്റ്റ് സ്റ്റോറി ഈസ് ഓഫ് ലെന റോയി എന്ന ഒരു ഹൗസ് വൈഫിൻ്റെ സ്റ്റോറിയാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. അവളൊരു അൺഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വൈഫാണ്. പോസ്റ്റ് നെയ്റ്റൽ സൈക്കോസിസ് സഫർ ചെയ്യുന്ന ആളാണ്. ഈ പോസ്റ്റ് നെയ്റ്റൽ സൈക്കോസിസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന പോസ്റ്റ് പാർട്ടം ഡിപ്രഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് മീൻസ് ചൈൽഡ് ബർത്തിന് ശേഷം മമ്മി, അതായത് ന്യൂ ബോൺ മമ്മി, അങ്ങനെ തന്നെ വിളിക്കാം. പുതിയതായിട്ടൊരു കുഞ്ഞ് ജനിക്കുമ്പം ഒരു പുതിയ അമ്മയും കൂടിയാണല്ലോ ജനിക്കുന്നത്. ആ ന്യൂ ബോൺ അമ്മ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ സഫർ ചെയ്യുന്ന ഡിപ്രഷനാണ് ഈ പോസ്റ്റ് നെയ്റ്റൽ സൈക്കോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പരിചയപ്പെടുന്ന ഫസ്റ്റ് സ്റ്റോറിയിലെ ലെന റോയി എന്ന സ്ത്രീ, ഹൗസ് വൈഫ്, ആ ഒരു രോഗം സഫർ ചെയ്യുന്ന ആളാണ്. അവളുടെ ഹസ്ബൻഡിൻ്റെ പേര് റോയി എന്നും മകളുടെ പേര് സാലി എന്നുമാണ്. അവൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഹാലൂസിനേഷൻസ് അവളുടെ ലൈഫിൽ അനുഭവിക്കാറുണ്ട്. അപ്പം ഈ കഥ തുടങ്ങുന്ന സമയത്ത് നമ്മളോട് റൈറ്റേഴ്സ് പറയുന്നത്, ആ സമയത്ത് ഈ ലെന റോയി എന്ന സ്ത്രീക്ക് ഒരു ബേബി റാബിറ്റിന് സ്കിൻ ചെയ്യുന്നത്, അതായത് അതിൻ്റെ തോലുരിക്കുന്നത് പോലും കണ്ടു നിൽക്കാൻ
മനസ്സിന് കെൽപ്പില്ലാത്ത ഒരാളായിരുന്നു. അത്രയും ഇന്നസെൻ്റ് ആയിരുന്നു. ആരെയും ഉപദ്രവിക്കാതെ ആർക്കും ഒരു ദോഷവും വരുത്താതെ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ലെന. പെട്ടെന്നാണ് ലെനയിൽ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് വരുന്നത്. അതായത് ഇവൾ അനുഭവിക്കുന്ന ഹാലൂസിനേഷൻസ് ഉണ്ടല്ലോ, ആ ഹാലൂസിനേഷൻസ് ഇവളെ ഫോഴ്സ് ചെയ്യുകയാണ് ഇൻ ഓർഡർ ടു കിൽ ഹർ ബേബി. അവളുടെ ന്യൂ ബോൺ ബേബിയെ കൊല്ലാനായിട്ട് ആവശ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ അവളെ ഫോഴ്സ് ചെയ്യുകയാണ് ഈ ഹാലൂസിനേഷൻസൊക്കെ. അങ്ങനെ തൻ്റെ കുഞ്ഞിനെ ബാത്ത് ടബിൽ മുക്കിക്കൊല്ലുകയാണ്, വെള്ളത്തിൽ മുക്കിക്കൊല്ലുകയാണ് ലെന ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? എല്ലാവരും പറയുന്നത് ഇവളുടെ ഉള്ളിലേക്ക് ഒരു സ്പിരിറ്റ് കയറി. ആ സ്പിരിറ്റ് കയറി കഴിഞ്ഞപ്പോഴാണ് ഇവൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അതായത് വളരെ ഇന്നസെൻ്റ് ആയിട്ട് ജീവിച്ച ഒരാളിലാണ് ഇത്രയും വലിയ മാറ്റം ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു സ്പിരിറ്റിൻ്റെ ഇൻഫ്ലുവൻസ് മൂലമാണ് എന്നാണ് സൊസൈറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താണ് ലെന ചെയ്യുന്നത്? തൻ്റെ കുഞ്ഞിനെ കൊല്ലുക എന്നുള്ള ആ ഒരു കാര്യത്തിലൂടെ കൺവെൻഷനലായിട്ടുള്ള ട്രഡീഷണലായിട്ടുള്ള എല്ലാ ഡെഫിനിഷൻസും ഫെമിനിറ്റി എന്ന ടേമുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കൺസെപ്ഷൻസിനെയും എന്ത് ചെയ്യുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ് ലെന ചെയ്യുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ ഡ്യൂട്ടി എന്താണ്, അവളുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക, അവളുടെ ഡൊമസ്റ്റിക് അഫെയർസ് എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്യുക, ഹസ്ബൻഡിനെ സെർവ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ ഇത്രയും നാൾ കേട്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ആക്റ്റിലൂടെ ലെന ചെയ്യുന്നത് അത്തരത്തിലുള്ള എല്ലാ ബോണ്ടിങ്സിനെയും ചെയിൻസിനെയും ഒക്കെ ബ്രേക്ക് ചെയ്യുക എന്നതാണ്. ആൻഡ് സമൂഹം പറയുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചില്ലെങ്കിൽ അവർ നമ്മളിലേക്ക് കൊണ്ടുവരുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നമ്മളിലൊരു സ്പിരിറ്റ് ഉണ്ടെന്ന് പറയുന്നതും, അല്ലെങ്കിൽ നമ്മൾ മാഡാണെന്ന് പറയുന്നതും. അപ്പോൾ ഇവിടെ നമ്മുടെ ലെനയും അത്തരത്തിലൊരു ഹിസ്റ്റീരിയ സഫർ ചെയ്യുന്നതാണ് എന്നാണ് സൊസൈറ്റി പറയുന്നത്. അപ്പോൾ ഇത് ജെൻഡർ പേപ്പർ ആണല്ലോ, അപ്പോൾ നമ്മളെല്ലാം അങ്ങനെ കണക്ട് ചെയ്യണം. കൺവെൻഷനലി സ്ത്രീക്ക് മേലെ വന്ന് ഫോഴ്സ് ചെയ്യപ്പെട്ടിരിക്കുന്ന, സ്ത്രീ എന്നല്ല ഏതൊരു ജെൻഡറിന് മേലെയും ഫോഴ്സ് ചെയ്തിരിക്കുന്ന കുറച്ച് റൂൾസിനെയാണ് ഇവിടെ ഈ സ്റ്റോറീസിലൂടെയൊക്കെ ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പം നമ്മളിവിടെ പറഞ്ഞു ഇവൾ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു മമ്മിയാണ് എന്ന് പറഞ്ഞു. എങ്കിൽ പോലും സൊസൈറ്റി പറയുന്ന എന്താ, അവളുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റിന് ഇവിടെ ഒരുവിധ കൺസിഡറേഷനും ഉണ്ടാവാറില്ല. റാദർ അവൾ മാഡാണ്, അല്ലെങ്കിൽ അവളുടെ ആ മൈൻഡിന് സഫറിങ്സ് അല്ല, മറിച്ച് അവൾ ഒരു ഹിസ്റ്റീരിയ പേഷ്യൻ്റാണ്, അല്ലെങ്കിൽ അവളുടെ മേലെ ഒരു ഒരു സ്പിരിറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്പിരിറ്റും മാഡ്നെസ്സും നമുക്ക് എല്ലാ സ്റ്റോറീസിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കഥയാണ് മാർസിയയുടെ കഥ. മാർസിയ എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടി ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ സ്വിച്ച് ബോർഡ് ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇവളുടെ ബോസ് അവളെ എപ്പോഴും ഒരു സെക്ഷുവൽ ടോയ് അല്ലെങ്കിൽ ഒരു സെക്ഷുവൽ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് തൻ്റെ സെക്ഷുവൽ ഡിസയേഴ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഒബ്ജക്റ്റായിട്ട് മാത്രമാണ് മാർസിയയെ കണ്ടുകൊണ്ടിരുന്നത്. അല്ലാതെ അവൾ ഒരു ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഒരു ഐഡൻറ്റിറ്റി അവൾക്ക് കൊടുക്കാനോ ഈ പറയുന്ന ബോസോ അല്ലെങ്കിൽ ആ ഒരു പാർട്ടി ആൾക്കാർ സൊസൈറ്റിയോ തയ്യാറായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ്, മാർസിയ എന്ന ഈ ഒരു ക്യാരക്ടറിലേക്കും ഒരു സ്പിരിറ്റ് വരികയാണ്. ഇവിടെ ആ സ്പിരിറ്റിന് ഒരു പെർട്ടിക്കുലർ നെയിമും കൊടുക്കുന്നുണ്ട്, സെബായിൽ. അപ്പോൾ ഈ ഒരു സ്പിരിറ്റ് മാർസിയയിലേക്ക് കടന്നു കഴിയുമ്പോൾ മാർസിയയ്ക്ക് ഉണ്ടാവുന്ന ഡ്രാസ്റ്റിക് ചേഞ്ച് എന്താണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്നാണ് റൈറ്റർ പറയുന്നത്. അതായത് ഇവൾ തൻ്റെ ബോസിനോട് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി, ഒപ്പോസ് ചെയ്യാനായിട്ട് തുടങ്ങി. അതാണ് മാർസിയയുടെ സ്റ്റോറി. ഇവിടെയും നമ്മൾ കൺവെൻഷനലി വെച്ചിരിക്കുന്ന റൂൾസിനെ ബ്രേക്ക് ചെയ്യുകയാണ്. അതായത് ഒരു സ്ത്രീയെ പറഞ്ഞ് മനസ്സിലാക്കുന്നതാണ് അവളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവളുടെ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഒരു മെയിലിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഇവിടെ സ്വന്തം ഐഡൻറ്റിറ്റി വിട്ട് കളയാതെ തന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യുന്ന ഒരാളെ അല്ലെങ്കിൽ ഒരാളോട് ഫൈറ്റ് ചെയ്യുകയാണ് മാർസിയ ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റോറിയാണ് യവോനിയുടെ സ്റ്റോറി. യവോനി ഈസ് എ വുമൻ സ്ട്രഗിൾസ് ടു ഓവർകം ആൽക്കഹോളിസം. അതായത് ആൽക്കഹോളിനോടും ഡ്രഗ്സിനോടും ഹൈലി അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു യവോനി.
അവൾ ഒരു നിമിഷം തൻ്റെ അമ്മയെ പോലും കൊല്ലുകയുണ്ടായി. അപ്പോൾ എന്താണ്, അവൾ വളരെ ഡീപ്പ് ആൻഡ് വയലൻറ്റ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഒരു ബിഹേവിയർ ഹോൾഡ് ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന, അതായത് സൊസൈറ്റി ഡിമാൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സ്ത്രീകളെ അവർ കൾച്ചേർഡ് അല്ലാത്ത ആളുകളായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇവിടെ യവോനി ചെയ്യുന്നതും എന്താണ്, ജെൻഡർ റോൾസിനെയും ജെൻഡർ നോംസിനെയും സോഷ്യൽ ഡിമാൻഡ്സിനെയും റൂൾസിനെയും ഒക്കെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം യവോനി ആൽക്കഹോളിസത്തിൽ നിന്ന് പുറത്ത് വരുന്നുണ്ട്. ആൻഡ് ഷീ ബിക്കം ഒരു ഗുഡ് നേച്ചേർഡ് വിമൻ ആയിട്ട് അവൾ മാറുന്നുണ്ട്. ബട്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷന് ശേഷവും അവൾ ഒരു മീറ്റ് ഷോപ്പിൽ ഒരു ബുച്ചറായിട്ടാണ്, ഒരു ഇറച്ചിവെട്ടുകാരിയുടെ ജോലിയാണ് ചെയ്യുന്നത്. അപ്പോഴും എന്താണ്, സൊസൈറ്റിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം ഒരു അനിമലിനെ കൊല്ലുക, അതുമായിട്ടൊരു ജോബ് ചെയ്യുക എന്നൊക്കെ ഉള്ളത് വളരെ ബ്രേവ് ആയിട്ടുള്ളൊരു ആണിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇറച്ചി വെട്ടുന്ന ഒരു പെണ്ണിനെ? അതെന്തുകൊണ്ടാണ്? അത് സൊസൈറ്റി പറഞ്ഞിട്ടുണ്ട് അത് ആണുങ്ങൾക്കുള്ള ജോലിയാണെന്ന്. അപ്പോൾ ഇവിടെ യവോനിയും ചെയ്യുന്ന എന്താണ്, ആ സോഷ്യൽ കൺസ്ട്രക്ഷൻസിനെ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ആദ്യമേ അവൾ ഈ ആൽക്കഹോളിസം അതിൽ അഡിക്റ്റായി, അല്ലെങ്കിൽ തൻ്റെ അമ്മയെ കൊന്ന സമയത്തൊക്കെ സൊസൈറ്റി പറഞ്ഞു അവൾക്ക് വട്ടാണ്, അവളുടെ മേലെ സ്പിരിറ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവൾ അതിൽ നിന്നൊക്കെ പുറത്ത് വന്ന് ഇങ്ങനൊരു ജോലി ചെയ്യുന്ന സമയത്തും സൊസൈറ്റി പറയുന്നത് എന്താ, എഗെയിൻ അവൾ ജെൻഡർ റോൾസിന് എഗെയിൻസ്റ്റ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആരുടേതാണ് പ്രശ്നം? ഒരു വ്യക്തിയുടേതോ ഒരു ജെൻഡറിൻ്റേതോ അല്ല, ഒരു സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിലാണ് ഇവിടെ പ്രശ്നമെന്നാണ് റൈറ്റേഴ്സ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് സ്റ്റോറി ഈസ് അബൌട്ട് ഡൊറീൻ. ഡൊറീൻ്റെ സ്റ്റോറിയാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഡൊറീൻ എന്ന് പറയുന്നത് ഒരു ഓഫീസ് വർക്കറായിരുന്നു. ആൻഡ് ഇവളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് വെച്ചാൽ, ഇവളുടെ ഹസ്ബൻഡിനെയും മദർ ഇൻ ലോയെയൊക്കെ വെറുതെ അങ്ങ് ഡിനൈ ചെയ്തേക്കുക, റെസിസ്റ്റ് ചെയ്തേക്കുക. അവൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ അവരെന്ത് ആവശ്യപ്പെട്ടാലും അത് ചെയ്യാനായിട്ട് ഡൊറൈൻ അത് ഡൊറൈന് താല്പര്യമില്ല. അങ്ങനെ മറ്റൊരാൾ പറഞ്ഞത് ചെയ്ത് ജീവിക്കാനായിട്ട് ഡൊറൈന് താല്പര്യമില്ല. അപ്പം ഈ അങ്ങനെ ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യാൻ സാധിക്കാതെ പല സമയത്തും തൻ്റെ ഹസ്ബൻഡിൻ്റെ പല ഭീഷണിയും വകവയ്ക്കാതെ പോലും ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ തീരുമാനിച്ചിട്ടുള്ള ആളാണ് ഡൊറൈൻ. അതുമാത്രമല്ല, ഒരു പെണ്ണ് ഒരു ആണിനോട് ഫൈറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എങ്ങനെ ഇരിക്കും? സൊസൈറ്റി അത് അംഗീകരിക്കുമോ? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന ഡൊറൈൻ ചെയ്യുന്ന എന്താ, ഒരു ആണിനെ, മിസ്റ്റർ ബ്ലെയർ എന്ന് പറയുന്ന ഒരു ആണിനോട് വഴക്കുണ്ടാക്കി അവനെ ഉപദ്രവിച്ച് അവൻ ബ്ലീഡ് ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് എത്തുന്നത്. അപ്പം സൊസൈറ്റി ഒരു സ്ത്രീയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്ന ബിഹേവിയർ അല്ല ഇവിടെ നമ്മൾ ഡൊറൈനിൽ കാണുന്നത്. അപ്പോൾ ഡൊറൈൻ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സൊസൈറ്റി വീണ്ടും പറയുന്നത് എന്താ, ഡൊറൈൻ്റെ മേത്ത് എന്തോ ഒരു സ്പിരിറ്റ് ഉണ്ട് ആൻഡ് അവൾ അതുകൊണ്ടാണ് ഇങ്ങനെ മാഡായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് അഗെയിൻസ്റ്റ് ദ സൊസൈറ്റി. അങ്ങനെയാണ് അവളെ നോക്കിക്കാണുന്നത്. ദെൻ we are coming to the fifth story, that is of പോൾ. പോളിൻ്റെ കഥയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ എന്താണ് യൂഷ്വലി കണ്ടുവരാറ്, ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ റിലേഷൻഷിപ്പ് മാത്രമേ സമൂഹത്തിൽ ഇന്ന് 21st സെഞ്ച്വറി ആയിരിക്കുന്ന സമയത്ത് പോലും ഒത്തിരി ജെൻഡർ തിയറീസും ക്യൂർ ഓർഗനൈസേഷൻസും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്തും സൊസൈറ്റി എപ്പോഴും ഇഷ്ടപ്പെടുന്നത് ഒരു മെയിൽ ആൻഡ് ഫീമെയിൽ, അതും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് മാത്രമാണ്. ലിവിങ് ടുഗദർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും നെറ്റി ചുളിക്കുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിലേക്കാണ് പോൾ എന്ന് പറയുന്ന ഒരു മെയിൽ ഒരു അനിമലുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തുന്നത്. അതായത് പോൾ ഈസ് ഇൻ ലവ് വിത്ത് എ ഡാൻസിങ് പിഗ്. ഒരു പന്നിയുമായിട്ട്, ഒരു അനിമലുമായിട്ട് പോളിന് ഒരു റിലേഷൻഷിപ്പാണുള്ളത്. അതായത് എപ്പോഴൊക്കെ ഈ ഒരു ഡാൻസിങ് പിഗിനെ കാണുന്നു അപ്പോഴൊക്കെ വളരെ ഫാസിനേഷനോടെ, പാഷനോടെ, അഫെക്ഷനോടെയാണ് ആ ഒരു പിഗിനെ ഇവൻ നോക്കിക്കാണുന്നത്. വീട്ടിൽ ചെന്ന് ഭാര്യയോടും കുട്ടികളോടും ഒക്കെ ഈ പിഗിനെക്കുറിച്ച് വാതൊരാതെ അവൻ സംസാരിക്കുന്നുമുണ്ട്. ചില സമയത്ത് ഈ വൈഫ് ചോദിച്ചു പോയിട്ടുണ്ട്, ആർ യു ഇൻ ലവ് വിത്ത് എ പിഗ്? നിനക്ക് ശരിക്കും ആ പിഗിനോട് എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടോ എന്ന് പോലും ചോദിച്ചു പോയിട്ടുണ്ട്.
ഇവിടെ പോൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മാരീഡ് ലൈഫും കരിയറുമൊക്കെ ഡിസ്ട്രോയ് ചെയ്യപ്പെടുകയാണ്. ബിക്കോസ് ഹീ ഫോൾസ് പാഷനേറ്റ്ലി ഇൻ ലവ് വിത്ത് എ പിഗ്. ഒരു സ്ലോട്ടർ ഹൗസിലെ പിഗ്ഗുമായിട്ടാണ് അവൻ പ്രണയത്തിലാവുന്നത്. അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് ഈ പിഗ്ഗിനെ കാണാനില്ല. അപ്പോൾ നോക്കുമ്പോൾ ഇവൻ അറിയുകയാണ് അതിനെ ഇറച്ചി വെട്ടുകാർ കൊണ്ടുപോയി. അപ്പോൾ അത് പോളിന് സഹിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പോൾ എത്രയും പെട്ടെന്ന് അവിടെ ചെന്ന് ഈ ഒരു പിഗ്ഗിനെ സേവ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഇവൻ തൻ്റെ വൈഫിനെയും ഫാമിലിയെയും മറ്റ് കമ്മിറ്റ്മെൻറ്റ്സിനെയും കരിയറും ജോബും ഒക്കെ ഉപേക്ഷിച്ച് ഈ ഒരു പിഗ്ഗിൻ്റെ ഒപ്പം ഡാൻസ് ചെയ്ത് അതുമായിട്ട് ഒരു ലൈഫ് ലീഡ് ചെയ്യുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പോ ഒരു ബൈസെക്ഷൽ റിലേഷൻഷിപ്പോ പോലും അംഗീകരിക്കാത്ത നമ്മുടെ സമൂഹത്തിലാണ് ഒരു ഹ്യൂമൻ ബീയിങ് ഒരു അനിമലുമായിട്ട് ഒരു റിലേഷൻഷിപ്പിലെത്തുന്നത്. അപ്പോൾ പോളിനെ സംബന്ധിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളോട് കൂടെ അല്ലാത്ത ജീവിതം, അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. ആ ഒരു ആളെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ ലൈഫ് ഈസ് എംപ്റ്റി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടെയും നമ്മൾ കാണുന്നത് ആ ബ്രേക്കേജ് ആണ്. ഈ ഒരു പേപ്പറിൽ നമ്മൾ ഡീൽ ചെയ്ത മിക്ക സ്റ്റോറീസിലും ഇസഡോറ ഡങ്കൻ്റെ മൈ ലൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മെരി കോമിൻ്റെ ബയോപിക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കേറ്റ് ബോൺസ്റ്റീൻ്റെ വർക്ക് ആയിക്കോട്ടെ, ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് കൺവെൻഷണൽ തോട്ട്സിനെയും കൺവെൻഷണൽ ബിലീവ്സിനെയും ഐഡിയാസിനെയൊക്കെ ബ്രേക്ക് ചെയ്യുന്ന ആളുകളെയാണ്. അത് തന്നെയാണ് ഈ ഓരോ സ്റ്റോറീസിലൂടെയും നമുക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് പോളിൻ്റെ സ്റ്റോറി അവസാനിക്കുന്നത്. അങ്ങനെ നമ്മൾ 6th സ്റ്റോറിയിലേക്ക് വരികയാണ്. ആ സ്റ്റോറിയിൽ നമ്മൾ പരിചയപ്പെടുന്ന ആളാണ് ഡാൻ. ഡാൻ എന്ന് പറയുന്നത് ഒരു ചർച്ച് പേഴ്സൺ ആയിരുന്നു, ഒരു പ്രീസ്റ്റ് ആയിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇദ്ദേഹം ഇംപ്രിസൺ ചെയ്യപ്പെട്ടിരിക്കുന്നതാണ്. ആൻഡ് അവിടെ വെച്ച് ഡാൻ എന്ന് പറയുന്ന ആ ചർച്ച് പേഴ്സൺ തൻ്റെ സെക്ഷുവാലിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു ഫീമെയിലായിട്ട് മാറുന്നുണ്ട്. ആൻഡ് വാട്ട് ഷി ഡിഡ് ഈസ്, അവളെല്ലാവരെയും, ആ പ്രിസണിലുള്ള എല്ലാവരെയും വശീകരിച്ചുകൊണ്ട് ഒരു സീരിയൽ കില്ലറായിട്ട് മാറുകയാണ്. അവരെ എല്ലാവരെയും ഇവൾ കൊല്ലുകയാണ്. ആൻഡ് നോക്കൂ, ഇവിടെയും നമുക്ക് ഒരു ചർച്ച് പേഴ്സണിൽ നിന്ന് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നടക്കുന്നത്. ഇവർ ഒരു മാജിക് പവർ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് തൻ്റെ സെക്ഷുവാലിറ്റി ചേഞ്ച് ചെയ്തതും ആളുകളെ വശീകരിച്ച് ഡാൻസിലൂടെയും മറ്റും വശീകരിച്ച് കൊല്ലുന്നത് എന്നാണ് പറയുന്നത്. അപ്പം വീണ്ടും നമ്മളൊരു സ്പിരിറ്റിനെ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ലേറ്റർ ഡാനിൻ്റെ ആ ഒരു എപ്പിലോഗിൽ പറയുന്നുണ്ട്, അദ്ദേഹം പിന്നീട് ഒരു ഗുഡ് മാനായിട്ട് മാറി, ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആയിട്ട് മാറി. ആൻഡ് പണ്ട് അദ്ദേഹം ഒരു മരുഭൂമിയിൽ അകപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. ആൻഡ് നൗ ഹീ ഈസ് ഇൻ എ ഗാർഡൻ. ഇപ്പോൾ അദ്ദേഹം വളരെ ശാന്തമായിട്ടുള്ള ഒരു ഗ്രീൻ സറൗണ്ടിങ്സ് ഉള്ള ഒരു ഗാർഡനിലാണ് എന്നാണ് പറയുന്നത്. And finally, we are coming to the last and final story, that is of Derek. ഡെറിക്കിൻ്റെ സ്റ്റോറിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഡെറിക്ക് എന്ന് പറയുന്നത് ഒരു ജോബ്ലെസ് പേഴ്സൺ ആയിരുന്നു. പക്ഷേ ഹീ ഈസ് ഹൈലി കൺസേൺഡ് വിത്ത് ഹിസ് ബോഡി. അതായത് തൻ്റെ ബോഡിയെ മറ്റ് എന്ത് കാര്യത്തിനേക്കാളും ഇമ്പോർട്ടൻസ് കൊടുത്ത് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഡെറിക്ക് എന്ന് പറയുന്നത്. ആൻഡ് ഒരു ദിവസം പെട്ടെന്ന് ഒരു ഹെർമോഫോഡ്രൈറ്റ് ആയിട്ട് മാറുകയാണ്. അതായത് ഒരു സെയിം ആളിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഉള്ള ഒരവസ്ഥയാണ് നമ്മൾ അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ സൊസൈറ്റി പറയുകയാണ് ഈ ആളുടെ ഡെറിക്കിൻ്റെ ശരീരത്ത് കയറിയിരിക്കുന്നത് ഹെർക്കുലിൻ ബാർബിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്പിരിറ്റ് ആണെന്ന്. ആ സ്പിരിറ്റിൻ്റെ പേരാണ് ഹെർക്കുലിൻ ബാർബിൻ. അപ്പോൾ ആരായിരുന്നു ഹെർക്കുലിൻ ബാർബിൻ? നമ്മൾ നേരത്തെ പഠിച്ച ഇസഡോർ കേറ്റ് ബോൺസ്റ്റീൻ്റെ ആ ഒരു വർക്കിൽ പറയുന്ന ആ ഒരു പ്ലേ ഇൻ 2 ആക്ട്സിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ഈ ഹെർക്കുലിൻ ബാർബിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹെർക്കുലിൻ ബാർബിൻ അതിനകത്ത് നമ്മുടെ ഓതറായിട്ടുള്ള കേറ്റ് ബോൺസ്റ്റീൻ തന്നെയാണ് എന്നാണ് പറയുന്നത്. അതായത് കേറ്റ് ബോൺസ്റ്റീനും തൻ്റെ സെക്ഷുവാലിറ്റി എന്താണെന്ന് കൺഫേം ചെയ്യാനായിട്ട് പറ്റിയിരുന്നില്ല. വെദർ ഒരു മെൻ ആണോ വിമൻ ആണോ എന്ന് കൺഫേം ചെയ്യാൻ പറ്റിയിരുന്നില്ല. മാത്രമല്ല ഈ ഹെർക്കുലിൻ ബാർബിൻ എന്ന് പറയുന്ന ആൾ ഒരു 19th സെഞ്ച്വറി ഹെർമാഫ്രോഡൈറ്റ് ആയിരുന്നു. അപ്പം ഇവിടെ ഡെറിക്കിൻ്റെ ബോഡിയിൽ അങ്ങനെ
സ്പിരിറ്റ് കയറി. ആ സ്പിരിറ്റ് കയറിയതിന് ശേഷമാണ് ഡെറിക് എന്ന് പറയുന്ന ആൾ ഒരു ഹെർമാഫ്രോഡൈറ്റ് ആയിട്ട് മാറിയതെന്നാണ് പറയുന്നത്. ആൻഡ് ഫൈനലി എപ്പിലോഗിൽ അയാൾ പറയുന്നുണ്ട് തനിക്ക് വന്നൊരു ട്രാൻസ്ഫോർമേഷൻ, അതായത് ഒരു മെയിലിൽ നിന്ന് ഒരു ഹെർമാഫ്രോഡൈറ്റിലേക്കുള്ള തൻ്റെ ട്രാൻസ്ഫോർമേഷൻ വാസ് അമേസിങ്. ആൻഡ് അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല ഹി ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് വാട്ട് ഹി ഈസ്. എന്താണോ താനിപ്പം ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം ഹൈലി സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ച എന്താ, ജെൻഡർ റോൾസിന് ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെയും പിന്നീട് അവരതിനെ ബ്രേക്ക് ചെയ്യുന്നതും ആൻഡ് ഫൈനലി ഒരു ഹെർമാഫ്രോഡൈറ്റിൻ്റെ ലൈഫ് കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഇവിടെ റൈറ്റേഴ്സ് പറഞ്ഞു തരികയാണ് ഇക്വാലിറ്റി. ഹെർമാഫ്രോഡൈറ്റ് എന്താ, സെയിം ആളിൽ തന്നെ 2 സെക്സ് ഓർഗൻ, ദാറ്റ് ഈസ് they have the feature of both male and female. അപ്പം ഇക്വാലിറ്റിയാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വാട്ട് ഓൾ വി സീക്ക് ഇസ് ഇക്വാലിറ്റി എന്നാണ് ഈ ഒരു പ്ലേയിലെ ലാസ്റ്റ് സ്റ്റോറിയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട തീംസാണ് മാഡ്നസ്, ഫീമെയിൽ വയലൻസ്, അതുപോലെ തന്നെ പവർ, ദെൻ ഫൈനലി ജെൻഡർ റോൾസിൻ്റെയും ബോണ്ടിങ്സിൻ്റെയും ഒക്കെ ഒരു ബ്രേക്കേജ്. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.